സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ സ്പീക്കർ വഴി ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പവർ സപ്ലൈ ഒന്നുമില്ല, സ്ക്രീന് ഓസിലേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഈ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ സ്പീക്കർ വഴി. അപ്പോൾ ഇനി ഇതിൻ്റെ ഹെച്ച് ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെച്ച് ഔട്ടൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ സൗണ്ടൊക്കെ കേൾക്കും സ്പീക്കർ വഴി. ഇവിടെ ഹെച്ച് ഔട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബസർ കേട്ട ഹെച്ച് ഔട്ട് ഷോർട്ടാണ്. ഇവിടെ ഇപ്പോൾ ബസർ കേൾക്കുന്നുണ്ട്, അതിനർത്ഥം ഹെച്ച് ഔട്ട് ഷോർട്ടായിരിപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഹെച്ച് ഔട്ട് ബോർഡിലൊന്ന് ഊരിയെടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ട് കാണിക്കുന്നില്ല. അതേസമയം നേരത്തെ ബോർഡിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോഴെന്താണ് ഹെച്ച് ഔട്ട് ഷോർട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ഹെച്ച് ഔട്ട് കംപ്ലൈൻ്റ് ഇല്ല, ബോർഡിൽ വേറെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ടിക് ടിക് സൗണ്ട് അതിനോടൊപ്പം തന്നെ ഈ പവർ സപ്ലൈ വോൾട്ടേജ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജും കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ LOTയിലോട്ടുള്ള സപ്ലൈ അത് ഒന്ന് ഇളക്കി വിടുകയാണ്. പ്ലസ് ബിയിലോട്ടുള്ള അതിപ്പോൾ ഞാൻ ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പം നേരത്തെ, അതായത് ഇപ്പോൾ ഞാൻ ഇളക്കി വിട്ട സാധനം തിരിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ ഇവിടെ വോൾട്ടേജ് കാണിക്കത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, LOT ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്. ഇത് ഊരി വിട്ടിട്ട്, അതായത് LOTയിലേക്കുള്ള സപ്ലൈ ഊരി വിട്ടിട്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ പവർ സപ്ലൈയിൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കാണിക്കും. ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ പുതിയ LOT ഇടയാണ്. LOT കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ LOT കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ അതിലോട്ടുള്ള സപ്ലൈ ഇളക്കി വിടുമ്പോൾ കറക്റ്റായിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കാണിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് LOT കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഹെച്ച് ഔട്ട് ഷോർട്ടായിട്ട് കാണിച്ചതും ഈ സ്പീക്കർ വഴി ടിക് ടിക് സൗണ്ട് കേട്ടത്. ഇപ്പോൾ വേറെ പുതിയ LOT ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇരിക്കുന്നത്, ഈ ബോർഡ് ഇരിക്കുന്നത് വേറെ ഒരു കവറിലാണ്. അത് വേറെ ഒന്നുമല്ല, നേരത്തെ ഇരുന്ന കവറിൻ്റെ മേൽഭാഗം റൈറ്റ് സൈഡിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കവർ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു പൊട്ടലുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. LOT ആയിരുന്നു പ്രോബ്ലം. ഞാൻ ഇവിടെ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതല്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.